ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. ഇപ്പോൾ ആക്കൊരു 8:30 പോകണമെന്നുണ്ടെങ്കിൽ മിക്കവാറും എണീക്കുക 7:45 8 മണി ആ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് എന്താ പറയുക സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്താണ് കേട്ടോ ആൾക്ക് ടിഫിന് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ആൾ ജോലിക്ക് പോയി കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിൽ വന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ ഇത്രയും ചുളിവുണ്ടെന്നുള്ളത് കാണുന്നത്. ഇതൊരു സാറ്റിൻ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ചുളിവുകളൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യും. ഞാൻ മീഷോന്ന് എന്തോ വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്യാവശ്യം ചൂടുണ്ട്. പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ക്ലോത്ത്സിലുള്ള ഡ്രസ്സൊക്കെ ഇടാൻ. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അധികമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഉള്ളത് കഴുകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരിതാണ്. എല്ലാം നമ്മൾ ചെയ്യുന്നത് വരെ എനിക്കൊരു മടിയാണ് കേട്ടോ. അത് ഏതൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് ചെയ്യണമല്ലോ, അലക്കണമല്ലോ, കുളിക്കണമല്ലോ, അത് വരെ എനിക്കൊരു മടിയാണ്. അത് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കവറിൻ്റെ കോട്ടിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഹീറ്റായിട്ട് അതിങ്ങനെ പറ്റി പിടിച്ചതാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നത് എത്ര പറിച്ചെടുത്തിട്ടും ഇതൊന്നും ആയിട്ട് പോരാത്തത്. ഫസ്റ്റൊക്കെ എനിക്കത് കാണുമ്പോൾ കുറച്ചൊരു അറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട് കണ്ട് എനിക്ക് ശീലമായി. അതുപോലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ സാധനങ്ങൾ നിരത്തി വെക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് വേറെ ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് പൊടികളെല്ലാം എല്ലാം കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും കഴിയുന്നതൊക്കെ ഞാൻ താഴെയുള്ള കബോർഡിലേക്ക് മാറ്റി വെക്കാറുണ്ട്. എനിക്കിഷ്ടമല്ല. എനിക്കങ്ങനെ എപ്പോഴും ഒഴിഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും എല്ലാം കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെക്കലാണ്. ഇപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം തോന്നുന്നു. പക്ഷേ എനിക്കെന്താ അറിയില്ല, അങ്ങനെ അത് എന്താ പറയുക അങ്ങനെ ഫ്രീ ആയിട്ട് ഒഴിഞ്ഞ് കിടക്കണം. എനിക്ക് അതാണ് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിച്ചണിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ഇതാ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. പുതപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ റുട്ടീനൊക്കെ ആകെ മാറി. രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു ലേസി ഗേളായി മാറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ. ആദ്യം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മടിയാണ്. വെറുതെ ഇരുന്ന് കുറേ സമയം ഫോൺ കാണുക, ടി വി കാണുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ഡ്യൂട്ടികൾ. ഇനിയുള്ള വീഡിയോസിലേക്ക് നിങ്ങളിതാ എൻ്റെ ഈ ഒരു ഡ്രസ്സും ഞാനിതിന് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ള ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വളരെ കുറച്ച് ഡ്രസ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് വീഡിയോയുടെ മുന്നിൽ വരുമ്പോൾ കംഫർട്ടബിളായ ഡ്രസ്സ് ഇടണമല്ലോ. അതുകൊണ്ട് ഇനി ഇവയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. കാരണം ഇങ്ങോട്ടേക്ക് ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. ഈ വിസിറ്റിന് വരുമ്പോൾ എല്ലാം കൂടെ ചുമന്ന് വരണ്ടാലോ. മാത്രമല്ല എല്ലാ ഡ്രസ്സും നമുക്ക് വീഡിയോക്ക് മുന്നിൽ വരുമ്പോൾ ഇടാനും അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇന്നലെ അലക്കിയ ഡ്രസ്സൊക്കെ രാത്രിയാണ് കേട്ടോ ഞാൻ അധികം ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിടാറ്. അപ്പോൾ ഞാൻ രാവിലെ പോയിട്ടിടും. ഇനി കുറച്ചുകൂടെ വൈകിയാൽ നല്ല വെയിലാകുമ്പോഴേക്കും ഡ്രസ്സൊക്കെ അങ്ങ് ഉണങ്ങിയിട്ടുണ്ടാവും. നല്ല പെട്ടെന്ന് ഉണങ്ങും കേട്ടോ ഇവിടുന്ന്. ഒന്നാമത് നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ചൊന്ന് ഉണക്കായിട്ടാണല്ലോ വരിക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തിട്ടാൽ വേഗം ഉണങ്ങിക്കിട്ടും. പകൽ പുറത്തിറങ്ങൽ നല്ല ടാസ്ക്കാണ് കേട്ടോ. ഇവിടെ നല്ല ചൂടുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പകൽ ഞാൻ പുറത്തിറങ്ങാറേ ഇല്ല. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ. എനിക്ക് അത്ര ബോറടി ആയിട്ടൊന്നും തോന്നാറില്ല. ചിലപ്പോൾ രാത്രി സമയത്തൊക്കെ എനിക്ക് പിന്നെയും ബോറടിക്കാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് വലിയ സീനില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ ആരെങ്കിലുമൊക്കെ മിണ്ടി പറയാനുണ്ടാകുമ്പോൾ അത് വേറെ രസമാണ്. എന്നാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് വലിയ ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഇവിടെ അതായത് അടുത്ത റൂമിലൊക്കെ ഫാമിലീസൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ആരോടും അങ്ങനെ സംസാരിക്കാനൊന്നും പോയിട്ടില്ല.
അങ്ങനെ ഇതാ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ കാര്യമായിട്ടുള്ള പണികൾ ഇതൊക്കെയാണ്. കാരണം പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാറുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കാര്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഡിന്നറും ലഞ്ചൊക്കെ കണക്കാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ഹസ്ബൻഡ് രാവിലെ പോകുമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര മടി. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് സമയം ടീ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ഫേസ് പാക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അന്നും ഇന്നും, അതായത് വീട്ടിൽ നിന്നായാലും ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ എൻ്റെ ഫേസ് പാക്കാണ്. ഇവിടെ വന്നതിന് ശേഷം 1-2 ദിവസമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ എന്താണ് ഇത് മാക്സിമം ഡെയിലി എന്ന് പറയുന്ന പോലെ ഞാൻ ഇടാൻ നോക്കാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് അവിടുത്തെ ഞങ്ങളെപ്പോലെ തന്നെ വേറൊരു ഇൻറ്റേണായി വന്ന ഒരു കുട്ടി, അവൾ എനിക്ക് റെക്കമെൻഡ് ചെയ്താണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. അവൾക്ക് ഉപയോഗിച്ചിട്ട് ചേഞ്ച് ഉണ്ട്, ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അവൾ തൈരിൽ എന്തായിരുന്നു, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ റോസ് വാട്ടറിലാണിത് മിക്സ് ചെയ്യുന്നത്. ഏലാതിപ്പൊടിയും പിന്നെ ഏതോ ഒരു പൊടിയുണ്ട്, ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി നോക്കൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഞാൻ ഫേസ് പാക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം നിന്നു. ആ സമയത്ത് ഞാൻ കിച്ചണിൽ പോയിട്ട് ഇവിടെ ഒരു കൊട്ടയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ഇതാ എൻ്റെ അടിച്ചുവാരലും ടേബിൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ എപ്പോൾ തുടക്കുമ്പോഴും ആദ്യം തുടക്കാറ് ഞാൻ നിസ്കരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതെനിക്ക് ആദ്യം മുതലേ ഉള്ളൊരു ശീലമാണ്. നിസ്കരിക്കുന്നവിടം പോയിട്ട് ആദ്യം ഞാൻ തുടക്കും, എന്നിട്ട് ബാക്കിയുള്ളവിടത്തേക്കൊക്കെ പോവുള്ളൂ. എന്നെപ്പോലെ ഇങ്ങനെ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ പിന്നെ അടിച്ചുവാരലും തുടക്കലൊക്കെ വേഗം തീരും കേട്ടോ. കാരണം ഒരു റൂം, ഒരു കിച്ചൺ, ഒരു കുഞ്ഞു ഹാള് അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേഗം തീരും. നമ്മുടെ വീട്ടിലെ പോലെ കുറേ സമയമൊന്നും എടുക്കില്ല കേട്ടോ. വേഗം തീരുന്നതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് അടിച്ചുവാരി തുടക്കാനൊക്കെ. അങ്ങനെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാനിതാ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഇന്നെല്ലാം അത്യാവശ്യം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലഞ്ചിന് ഇതാ കഴിക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. ഹസ്ബൻഡിന് ടിഫിനായിട്ട് കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ അതന്നെയാണ് കേട്ടോ കഴിച്ചത്. കാരണം എനിക്ക് കുക്ക് ചെയ്യാൻ മടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതും മാംഗോ ജ്യൂസും കൂടെ കഴിച്ചു. അതിൽ ഞാൻ എൻ്റെ വിശപ്പ് ഒതുക്കി.
പിന്നെ ഇതാ കുറച്ച് സമയം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ എനിക്ക് ക്ലാസ് തുടങ്ങുകയുള്ളൂ. അതായത് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പല വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു 2 മണിയൊക്കെ ആവും തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈബ്രറി പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന ബുക്കായിരുന്നു. ഒരു 21 ഡേയ്സിനകത്ത് ഇത് തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ അതിന് മുന്നേ വായിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. നമുക്കൊന്ന് എന്താ പറയുക, ബന്ധം പുലർത്തണമല്ലോ. PG കഴിഞ്ഞ് പിന്നെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബുക്ക് വായിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏകദേശം 2 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ക്ലാസ് എടുക്കൽ ഒരു 3 മണിക്കൂറത്തെ പരിപാടിയാണ്. അതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞാനും ഹസ്ബൻഡ് ഉണ്ണിയപ്പം ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതല്ല, നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഇന്നത്തെ പുറത്തു പോകലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ പറയുക, മിക്സി നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് വേസ്റ്റ് ബിന്നിലിടാണ്. മിക്സി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആകെ ഒറ്റ തവണയാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. ആ ഉപയോഗത്തിൽ തന്നെ അത് കത്തി നശിച്ചു ഗൈസ്. ഒരു തീ അങ്ങ് വരുന്നത് ഞാൻ കണ്ടു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അത് ഉള്ളിലെ സംഭവം കത്തിയതാണ്. നമ്മൾ അഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ, റെഡിയാക്കി കിട്ടിയാലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് അത് നന്നാക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിനി വേറെ മിക്സി വാങ്ങിക്കാമെന്ന്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങളിതാ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ പോയത് KFCയിലോട്ടാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കൊരു ബർഗറും കൂടെ കിട്ടി. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫാമിലി പോയിട്ട് അവിടുന്ന് മിക്സി നോക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു കുഴപ്പമില്ലാത്തൊരു മിക്സിയൊക്കെ വാങ്ങി നേരെ റൂമിലെത്തിയതിന് ശേഷം നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.